ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം നിങ്ങളിൽ പലർക്കും ഇവിടെ ജീവിതത്തിനൊരു പരിവർത്തനം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നല്ലൊരു മാറ്റം കൊണ്ടുവരണം, അതുമല്ല ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം, ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങളെ അതാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഒരുപാട് പരാജയങ്ങളിൽ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കാണിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പരാജയങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പരാജയങ്ങളിൽ നിങ്ങൾ മുഴുകിയിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ എന്നും ഈ ഒരു എനർജിയിലിരിക്കും, എനിക്കൊരു നല്ല മാറ്റം വരുത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. പക്ഷെ തീർച്ചയായിട്ടും അവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു പരിവർത്തനം വരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ പലരും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിലായി പോകുമ്പോൾ പലരും അതിനായിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവണം. അതാണ് ഇവിടെ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്ന നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നു, കണ്ടില്ല? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആത്മീയമായ എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും അവിടെ നിന്നൊരു പരിവർത്തനം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും നല്ലൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെയൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആരോടും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ബലഹീനത, ഇവിടെ നിങ്ങൾ ഒരുപാട് പരാജയം അനുഭവിച്ച വ്യക്തികളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ബലഹീനത വന്നു, അല്ലെങ്കിൽ ഒരു പരാജയം വന്നു, അതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, അതിന് ഇന്നാര് കാരണക്കാരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല. മനസ്സിലായി? തീർച്ചയായിട്ടും നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വരുത്തിയതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെതായ ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് ആരോടും പങ്കുവെക്കാൻ പോകരുത്. ആരോടും നിങ്ങൾ ഇത് പറയാൻ പാടില്ല. ആരുടെയും മുന്നിൽ എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിക്കാനും പാടില്ല. മനസ്സിലായി? അവിടെ നിന്നാണ് നിങ്ങൾക്ക് വീണ്ടും പരാജയം വരുത്തതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് വലിയൊരു പരിഹാസത്തിന് കാരണമാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അനുഭവിക്കുന്ന പരാജയത്തെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം, വിഷമം, ഇതൊന്നും ആരോടും പങ്കുവെക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും നിങ്ങൾ കരുത്തരാണ്, എനിക്ക് കരുത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വരും, നല്ല ഒരു സക്സസിലൂടെ മുന്നോട്ട് വരും എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ കരുത്തരാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അല്ലാതെ ബലഹീനത, പരാജയം, ഇതൊന്നും ആരുടെയും മുൻപിൽ വിളമ്പാൻ പാടില്ല, പറയാനും പാടില്ല. ഒരിക്കലും പറയാൻ പാടില്ല. കരഞ്ഞു കാണിക്കുകയേ ചെയ്യരുത്. ഒരു വ്യക്തികളുടെയും മുൻപിൽ കരഞ്ഞു കാണിക്കാൻ പാടില്ല. നിങ്ങൾ കരുത്തരാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. മനസ്സിലായോ? അങ്ങനെ വേണം. ഇവിടെ നിങ്ങളൊരു നല്ല ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ട് വരികയാണ് ഈ ഒരു സമയത്ത്.
അത് നിങ്ങൾക്കിപ്പോൾ സ്വയം മനസ്സിലാക്കാൻ കഴിവുണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത്. ടാരോ കാർഡ്സ് വന്ന് വരുന്നത് എന്നിങ്ങനെയാണെന്ന് നോക്കാം. എന്ത് പരിവർത്തനമാണ്. ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പരിവർത്തനം വരുന്നുണ്ട്. നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ നല്ലൊരു പരിവർത്തനത്തിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇതിനായിട്ട് നിങ്ങൾക്ക് സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് എങ്ങനെ വന്നു ഈ പരാജയം. നിങ്ങളുടെ വിജയം കണ്ടിട്ട് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ, ദൃഷ്ടിദോഷം, കണ്ണേറ്, ഇതൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമാകും നിങ്ങളുടെ ജീവിതത്തിലെ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള അഭിവൃദ്ധിയായാലും ആരോടും പറയാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവും, കണ്ണേറ് ലഭിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് നമ്മളെ നശിപ്പിക്കുന്ന എനർജി തന്നെയാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കുക, അത് മനസ്സിലാക്കുക. അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്നാണ് ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിലായിരുന്നു, നെഗറ്റീവായിട്ടുള്ള എനർജിയിലായിരുന്നു നിങ്ങൾ ഇതുവരെയും. ഇവിടെ നിന്ന് നിങ്ങൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ എനർജിയിൽ നിന്നുമാണ് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്, അനുഭവങ്ങൾ വന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടൊക്കെയാണ് നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എലോൺനെസ് ആണ്, ഒറ്റപ്പെടൽ വരും. കണ്ടില്ലേ? ഒറ്റപ്പെടൽ വരും. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുമ്പോൾ, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ വരും. അപ്പോഴൊക്കെ എന്താണ് ഇവിടെ പ്രകാശമാണ് കാണുന്നത്. കാരണം നിങ്ങളെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവികമായ എനർജിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണിത്. ഇവിടെ ഈ ഒരു പ്രകാശം കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് ദൈവികമായ എനർജിയിലേക്ക് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ നിങ്ങളെ ഇവിടെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനസ്സിലായി? നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് കൂട്ടിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ടവറാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മോശകരമായ സാഹചര്യങ്ങളെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ടവർ വന്നിരിക്കുന്ന എല്ലാം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അതെല്ലാം ആകപ്പാടെ നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമൃദ്ധി, ഐശ്വര്യം എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത്. മനസ്സിലായി? ഏറ്റവും വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. ഇവിടെ പ്രിൻസസ് ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ? ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കാം, ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു എനർജിയിലൂടെ മുന്നോട്ട് വന്നു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു പരിവർത്തനം സംഭവിക്കുന്നു. ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. അഭിവൃദ്ധിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എനർജിയാണ്. ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ജോലി നോക്കിയിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോ അത് നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികം കണ്ടില്ല? സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വന്നിരിക്കുന്നത് കറേജ് ആണ്. സ്വയം ധൈര്യം നേടി വരികയാണ്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഒരു ചെടി, ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല.
അതിന് വളം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അത് പാറക്കിടയിലൂടെ വളർന്നു വന്ന് മുട്ടിട്ട് പുഷ്പിച്ച് നിൽക്കുന്നു. കണ്ടില്ലേ? ഇവിടെ അത് സ്വയം പുഷ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആരും അതിനെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അതിനൊരു പ്രചോദനം കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ആരും അതിനെ വളരാൻ സമ്മതിച്ചതൊന്നുമല്ല. തനിയെ വളർന്നു വരികയാണ് എന്ന് പറയുന്നത് പോലെ ചില അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ തനിയെ ഉയർച്ചയിലേക്ക് വരുന്നു. അതാണ് ഇവിടെ കണ്ടതല്ല. ഈ കണ്ട എനർജി മുഴുവനും അത് തന്നെയാണ്. നിങ്ങൾ തനിയെ നല്ലൊരു എനർജിയിലേക്ക് വരികയാണ്. ആരും നിങ്ങളെ ഒന്നിനും ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവിടെ. നിങ്ങൾ മുന്നോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വരാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സ്വയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നന്മയിലേക്ക് വരികയാണ്. സ്വയം നിങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു വളർച്ച ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ന്യൂ വിഷൻ. അങ്ങനെ നിങ്ങൾക്ക് പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ, ഇതുവരെയുള്ള കാഴ്ചപ്പാടല്ല, ഇതുവരെയുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ തളർന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പരാജിതരായിരുന്നു. ഇനി നിങ്ങൾ ജീവിതത്തെ കാണാൻ പോകുന്നത് എങ്ങനെയാണ്? പുതിയൊരു കാഴ്ചപ്പാടിലൂടെ. കാരണം യൂണിവേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി നിങ്ങളുടെ ജീവിതത്തെ തന്നെ വേറെ ഒരു രീതിയിലേക്ക് കാണാൻ പോകുന്നു. മറ്റൊരു വിഷനിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നു, മറ്റൊരു കണ്ണിലൂടെ, മറ്റൊരു കാഴ്ചപ്പാടിലൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അടുക്കും ചിട്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് തന്നെയാണല്ലോ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ അത് തന്നെയാണ്. പുതിയൊരു മാർഗത്തിലൂടെ, പുതിയൊരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെ അടുക്കും ചിട്ടയും ഇല്ലാതിരുന്ന ജീവിതത്തെ അടുക്കോടും ചിട്ടയോടും കൂടി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആവശ്യമില്ലാത്തതിനെ വേണ്ടെന്ന് വയ്ക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചിട്ട് വളരെയധികം പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങളിലേക്ക് നല്ല ഒരു സ്നേഹബന്ധം വരുന്നുണ്ട്. ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് സ്നേഹപ്രണയത്തെ മാത്രം ഉദ്ദേശിച്ചല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നു. ദൈവികമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് കൂട്ടിയേർന്ന് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഇനി അതല്ല, സ്നേഹബന്ധമാണെങ്കിൽ കൂടി ഒരു കോംപ്രമൈസ് ചെയ്ത് പഴയ വഴക്കും ബഹളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി മറ്റു പല കാര്യങ്ങളിലായാലും, നിങ്ങളുടെ ജോലി കാര്യങ്ങളിലായാലും, നിങ്ങളുടെ സമൂഹത്തിലായാലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂട്ടുചേർന്നുകൊണ്ട് തന്നെയും അവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരേപോലെ നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്താൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ, റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലാണെങ്കിൽ, നിങ്ങൾ വേർപിരിഞ്ഞിരുന്നവർ വീണ്ടും ഒന്നിച്ചുകൊണ്ട് നല്ലൊരു ബന്ധത്തിലേക്ക് പോകും, നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്ന സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഫൈവ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്തോ പ്രശ്നത്തിലാണ് നിങ്ങൾ എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് കടക്കാൻ കഴിയുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവണം. ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ട് എനിക്ക് അവിടെ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതുമല്ല, ചിലപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ, ജോലിക്കാര്യങ്ങളിൽ ഇന്റർവ്യൂസ് ഒക്കെ നടന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ ഒരു ജയം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു കടമ്പയെ നേരിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കടമ്പ കഴിയാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുൻപന്തിയിലെത്താൻ സാധിക്കുന്നു.
സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളോട് ശത്രുതയുള്ളവർ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? ഇതുവരെ ശത്രുതയിൽ ഇരുന്ന ആൾക്കാർ നിങ്ങളോടൊപ്പം വന്നു ചേർന്ന് നിഷ്കളങ്കമായ സ്നേഹം വീണ്ടും പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് പിരിഞ്ഞിരുന്നതിലുള്ള കുറ്റബോധം. എന്നാൽ നിങ്ങളെന്ന നല്ല വ്യക്തിയെ പിരിഞ്ഞിരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനിയെങ്കിലും മുന്നോട്ട് പോകണം. ആ ശത്രുത കളയാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും നിങ്ങൾ നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനവും അത് തന്നെയാണ്. പല കാര്യങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾക്കൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ നിറഞ്ഞ സ്നേഹം, ഇല്ല, നിറഞ്ഞ സ്നേഹം പങ്കിടാൻ, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വാങ്ങിക്കാനും അങ്ങോട്ട് കൊടുക്കാനും ഇവിടെ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബസഹിതം, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ സ്നേഹമായിട്ട് തന്നെ മുന്നോട്ട്, പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ്സിന്റെ എനർജി, എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് സമയമായിരിക്കുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ലഭിക്കാനാവാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാവാം, നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ക്ലാരിറ്റി ലഭിക്കുന്നതാവാം. എന്തായാലും ശരി, നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നു, അല്ലെങ്കിൽ അന്യ നാടുകളിലേക്കൊരു സഞ്ചാരമാവാം, യാത്രയാവാം. നിങ്ങൾ വിദേശത്തെങ്ങാനും ജോലി നോക്കിയിരിക്കുന്നവർക്ക് അതും ആവാം. എന്തെങ്കിലും ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രമോഷൻ ആവാം, പുതിയ ജോലി ലഭിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.